ഹലോ അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് മൈലാഞ്ചി ഡിസൈനിങ് വല്ലാതെ അറിയാത്തവർക്ക് പോലും ഇടാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനായിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ വരല്ലേ, ലോക്ക്ഡൗൺ ആയാലും അല്ലെങ്കിലും മൈലാഞ്ചി ഇടൽ ഇല്ലാണ്ട് നമുക്കൊരു പെരുന്നാളില്ല അല്ലേ. അത് മൈലാഞ്ചിയോട് ക്രേസുള്ളവരെ സംബന്ധിച്ച് അങ്ങനെയാണ്. എത്ര പാതിരായാലും മൈലാഞ്ചി ഇട്ടിട്ടേ ഉറങ്ങുള്ളൂ. ഇപ്പം ഞാനെന്നൊക്കെ പറയണത് ചെറിയ ക്ലാസ്സിൽ തൊട്ട് ഇപ്പോൾ 2ാം ക്ലാസ്സൊക്കെ തൊട്ടിട്ട് തന്നെ ഇങ്ങനെ ഡിസൈനിങ് വരക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റൂമിൻ്റെ അപ്പുറത്തൊരു ദീദി എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു, പാകിസ്ഥാനികളാണ്. അപ്പോൾ ആ ദീദി നന്നായിട്ട് മൈലാഞ്ചി ഇടും, എനിക്ക് ഇട്ട് തരും. അപ്പോൾ ഞാൻ അതേപോലെ ഡിസൈൻ ചെയ്ത്, അതേപോലെ ചിലർ ഇടക്കാലത്ത് വെച്ച് ഡിസൈൻ ചെയ്യുന്നവരുണ്ടാവും, അവർ നന്നായിട്ട് വരക്കൂട്ടാ. ചിലർ മൈലാഞ്ചി ഇടുന്നത് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഇടാൻ ഇഷ്ടമുള്ള ആളാണ്. സ്വന്തമായിട്ട് വരക്കണേൽ നന്നായിട്ട് എനിക്ക് നോക്കിയിടാനാണ് ഇഷ്ടം. സ്വന്തമായിട്ട് വരക്കൽ കുറവാണ്. ചിലർ സ്വന്തമായിട്ട് ഇങ്ങനെ ക്രിയേറ്റിവിറ്റിയിൽ ഇങ്ങനെ വരക്കണം കാണാം, അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. പക്ഷേ എന്നാലും ഗൂഗിളിൽ നോക്കി ഇടാൻ അറിയാം, ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ആരും ഇട്ട് കൊടുക്കാനില്ലാത്തവർക്ക് ഇടാൻ പറ്റിയ സിമ്പിൾ ഡിസൈനാണ് കാണിക്കുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരില്ല. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഡിസൈൻ, സിമ്പിളായിട്ടുള്ളത്. ഇപ്പോൾ അറബിക് ഡിസൈൻ എന്നൊക്കെ പറയുന്നത് അധികം ആർഭാടുണ്ടാവില്ല. ഇന്ത്യൻ ഡിസൈൻ എന്ന് പറഞ്ഞല്ലേ കുറേ ക്രൗഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈൻ കേട്ടോ. ഞാൻ അത്ര വലിയ പ്രൊഫഷണലൊന്നുമല്ല, കുറേ നാളായി ഇടുമെങ്കിലും കൂടിയിട്ട് ഭയങ്കര പ്രൊഫഷണലി ഇടുമൊന്നുമില്ല. പിന്നെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഇട്ടിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഞാൻ അതിൻ്റെ അവസാനത്തിൽ കാണിക്കാം. പിന്നെ കുറച്ച് എൻ്റേതായ ക്രിയേറ്റിവിറ്റിയിൽ ഇട്ടിട്ടുള്ളതും. അപ്പോൾ നമുക്ക് എന്തായാലും ട്യൂട്ടോറിയൽ തുടങ്ങിയാലോ. അപ്പോൾ അതേ ഞാൻ ഇതേപോലത്തെ ഒരു 2 രൂപയുടെ ഒരു കോയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ടൊരു സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലർക്ക് പെർഫെക്റ്റായിട്ട് വരക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതേപോലെ ഉള്ളവർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്തുകൊണ്ട് ഇത്ര വലിയ സംഭവം റൗണ്ട് വരക്കാൻ, അതുപോലും പറ്റാത്തവരുണ്ടാവും. എന്നാൽ ആഗ്രഹമുണ്ട്, ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പതുക്കനെ അതിന് ചുറ്റും മൈലാഞ്ചി കൊണ്ട് ഇങ്ങനെ റൗണ്ട് വരക്കാം. എന്നിട്ട് ആ കോയിന് എടുത്ത് മാറ്റാം. നമ്മുടെ ഈ തള്ളവിരലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ചെറുവിരലിൻ്റെ അവിടേക്ക് ഇതേപോലെ റൗണ്ടുകൾ വരക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കോയിന് ചെറുതെടുക്കുക. ഇപ്പോൾ 1 രൂപയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വേണമെങ്കിൽ 50 പൈസയുടെ അങ്ങനത്തെ കോയിൻ ഉണ്ടെങ്കിൽ അത് ചെറുതെടുക്കുക. കോയിൻ എടുത്തതിന് ശേഷം കറക്റ്റ് റൗണ്ട് നമ്മൾ ചുറ്റും വരച്ചു കൊടുക്കണം. എന്നിട്ട് ബാക്കി ഫിംഗറിൻ്റെ അവിടെ ചെറിയ ചെറിയ സർക്കിൾസ്, അത് പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും വരച്ചൊപ്പിക്കാൻ പറ്റുമല്ലോ, ചെറിയ സർക്കിൾസ് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഫിംഗറിൻ്റെ അവിടെയും ചെറിയ സർക്കിളുകൾ വരച്ചു കൊടുക്കുക. ചില സ്ഥലത്തൊക്കെ കുറച്ച് ഇംപെർഫെക്ഷനായിട്ട് തോന്നും കേട്ടോ. ഇനി ഓരോ സർക്കിളിനുള്ളിൽ ഇതേപോലെ 2 ലൈൻ അടുപ്പിച്ച് വരച്ചിട്ട് നമ്മുടെ മറ്റേ ചെക്ക് ഉണ്ടല്ലോ, നമ്മളെ ചെസ് ബോർഡിൻ്റെ പോലത്തെ ആ ഒരു ചെക്ക് ഡിസൈൻ വരക്കുക. അത് അറിയാത്തവരുണ്ടാവില്ല. അതായത് ഇങ്ങനെ ഇടവിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഡിസൈൻ ഉണ്ടല്ലോ. നമ്മൾ ഏത് മൈലാഞ്ചി ഇടാൻ അറിയണവരും അറിയാത്തവരും ഇട്ട് നോക്കണൊരു ഡിസൈനാണിത്, ഈ ചെക്ക് ഡിസൈൻ എന്നുള്ളത്. ആ ചെക്ക് ബോർഡിൻ്റെ ആ ഡിസൈന് എല്ലാ സർക്കിളിലും ഹാഫ് പോർഷനിൽ വരച്ചു കൊടുക്കുക. ഇനി ഓരോ റൗണ്ടിൻ്റെ ചുറ്റിലും കുഞ്ഞു കുഞ്ഞി ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കണമായിരിക്കും നല്ലത്, കാരണം നമ്മൾ വലിയതാവുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ചെക്ക് വരച്ചോടെ തന്നെ ചില ഭാഗത്ത് സ്പ്രെഡായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ ലൈൻസൊക്കെ വരക്കുമ്പോൾ മാക്സിമം തിന്നാക്കി വരക്കാൻ നോക്കിയാൽ ഇത്തിരിയും കൂടി നല്ലതാണ്. ഇനി വലിയ ഓരോ സർക്കിളിൻ്റെ അവിടെ നിന്നും ഇതേപോലെ കുറച്ച് വളച്ചിട്ട് 3 വിരലുമേൽക്കായിട്ട് ഇതേപോലെ വരകൾ വരച്ചു കൊടുക്കുക. വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചും കൂടിയും കട്ടി കുറച്ച് വരക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ വരച്ചതിൽ കട്ടിയുണ്ട്, കുറച്ചും കൂടി കട്ടി കുറവിൽ വരക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡോട്ട് ഇടുക, അതായിരിക്കും കൂടുതൽ ഭംഗി.
പിന്നെ മൈലാഞ്ചി ഇടൽ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇപ്പോൾ വിരലുമ്മലത്തെ സർക്കിളുകൾ ഇത്തിരി വലിയതാണെങ്കിൽ നമ്മൾ ചുറ്റിലും ഡോട്ട് ഇടുമ്പോൾ അത് സ്പ്രെഡായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇട്ട് കൊടുക്കുക. സൈഡിലിടുക, രണ്ടെണ്ണം ഓവർലാപ്പ് ആയിട്ട് വരുന്നിടത്ത് ഡോട്ടുകൾ ഇടണ്ട, അപ്പോൾ ക്രൗഡഡായിട്ട് തോന്നൂല. ഇനി ഇതേപോലെ ഫിംഗറിലും നമ്മൾ നേരത്തെ ചെയ്ത സർക്കിളുകൾ വരച്ചു കൊടുക്കുക. അപ്പോൾ അതേ ആർക്കും ഇട്ട് നോക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്ക്, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ തുറന്ന് പറയുക. കാരണം സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ ഡിസൈനാണ്. പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടിട്ടുള്ള ഡിസൈൻസ്, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടത് പെർഫെക്റ്റായി തോന്നിയത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കല്യാണത്തിന് ശേഷമുള്ളത് കേട്ടോ, എൻ്റെ ഫോണിൽ ഇതുള്ളൂ. ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഡിസൈൻസും നിങ്ങൾ ഗൂഗിളിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ട്രെൻഡിങ് ആയിട്ട് നമ്മൾ കാണുന്ന ഡിസൈനുകളാണ്. ഒരു പീകോക്കിൻ്റെ ഡിസൈനൊക്കെ പലരും ഇട്ട് നോക്കിയിട്ടുള്ളതായിരിക്കും കേട്ടോ. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, നോക്കിയിടാനാണ് എനിക്കിഷ്ടം. പിന്നെ ഒറിജിനൽ ഇമേജസ് ഈ വീഡിയോയിൽ കൊടുക്കാമെന്ന് വെച്ചാൽ അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. കാരണം ഞാനത് വെറുതെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തതല്ല, കുറേ മുൻപ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ഫോട്ടോസും നമുക്ക് അങ്ങനെ എടുത്തിടാൻ പറ്റില്ല. പിന്നെ മൈലാഞ്ചിടൽ വലിയൊരു സംഭവമല്ല, കാരണം ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് ആർക്കും ഇടാനറിയാത്തതായിട്ടില്ല. അപ്പോൾ അത് വേണമെന്ന് വെച്ചാൽ ആർക്കും ഇടാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ട്രൈ ചെയ്താൽ മതി, ആർക്കും ഇടാൻ പറ്റും കേട്ടോ, സിമ്പിളായിട്ട് ഇടാൻ പറ്റും. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ കൂടുതൽ മിസ് ചെയ്യണത് എൻ്റെ അനിയത്തിനാണ്. കാരണം അവൾക്ക് പെരുന്നാളായാലും ഞങ്ങൾ രണ്ടുപേരും മൈലാഞ്ചി ഇടാനിരിക്കലും, പിന്നെ എന്തെങ്കിലും ഒരു ഡിസൈൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും വന്ന് തല്ലുപിടിയും ആ കാര്യമൊക്കെ ആലോചിക്കും. ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യണം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, നമ്മളെ കസിൻസ് ആയാലും കസിൻസ് ഇട്ട് കൊടുക്കുന്ന കാര്യം ഒക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണോ വീഡിയോ കാണുന്നത്? ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം 60% പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത്. ആ താഴത്തെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒട്ടും പേടിക്കണ്ട, സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. തൊട്ടപ്പുറത്തൊരു ബെലൈക്കണും കൂടി കാണില്ലേ, ആ ബെലൈക്കൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് ഞാൻ ഇനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഈദ് മുബാറക്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്